Assalamualaikum everyone. ഇന്നിവിടെ വന്നിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ബക്ലവ ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് തൈരാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇത് രണ്ടും ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് ഓയിൽ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വൈറ്റ് വിനെഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വെനില പൗഡർ അല്ലെങ്കിൽ എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഫ്ലോറാണ് ഇട്ട് കൊടുക്കേണ്ടത്. 3 കപ്പ് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇത് ട്രൈ ചെയ്യാന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഡൗ ആയിട്ട് കിട്ടണം. ഒരു ഡൗ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്കിവിടെ കുറച്ച് കോൺഫ്ലോർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് നമുക്കിനി ഡൗ എടുത്ത് വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി പരത്തിയെടുക്കാം. ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലോട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതുപോലെ ഇവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ്സോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് കവർ ചെയ്ത് വെക്കണം. ഇനി ഇവിടെ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരത്തെ പോലെ ഇത് നന്നായി പരത്തിയെടുക്കണം. ഈ ഒരു തിക്നെസ്സിൽ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഗീ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗീ ആണ് എടുത്തിട്ടുള്ളത്. ഇവിടെ പിസ്റ്റയും കുറച്ച് ആൽമണ്ടും വാൾനട്ടൊക്കെ കൂടി ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ നടുവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഗ്രീസ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് പീസാക്കി കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഈ കട്ട് ചെയ്ത പീസസ് എല്ലാം ഇതിൻ്റെ ഉള്ളിലോട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം.
ഇതിന് മുകളിലോട്ട് നമുക്ക് കുറച്ച് ഗീ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗീ ബ്രഷ് ചെയ്തെടുക്കാം. നമുക്കിത് ബേക്ക് ചെയ്യണം 180 ഡിഗ്രി സെൽഷ്യസിലൊരു 30 മിനിറ്റ്സോളം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിവിടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലൂടെ നമുക്കിനി ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. ഒരു കപ്പ് ഷുഗർ ഇട്ടെടുത്തിട്ടുണ്ട്. നമുക്കൊരു 3 മിനിറ്റോളം ബോയിൽ ചെയ്യാൻ വെക്കണം. എന്നിട്ട് ഇതിനോട് നമുക്ക് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കൂൾ ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മളുടെ ബക്ലാവ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ തണുത്ത സിറപ്പ് ഇതിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലോട്ട് നമുക്ക് കുറച്ച് ക്രഷ്ഡ് നട്ട്സ് ഗാർണിഷ് ചെയ്തെടുക്കാം. നമ്മൾ ലേയേർഡ് ആയിട്ടുള്ള ബക്ലാവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഇതൊരു 6 hours അല്ലെങ്കിൽ ഓവർനൈറ്റ് റെഫ്രിജറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങളെ ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.